ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാത്തിരിക്കുന്നവർ ലജ്ജിക്കില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 49 അധ്യായം 23 വാക്യം. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ എല്ലാ കൽപ്പനകളും നോക്കുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല എന്ന് സങ്കീർത്തനങ്ങൾ 119 അധ്യായം 6 വാക്യത്തിൽ പറയപ്പെടുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല. കർത്താവിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നതിനെ കുറിച്ച് ഒരു പഴയ പാസ്റ്റർ പ്രസംഗിച്ചു. അപ്പോൾ ഒരു പയ്യൻ അദ്ദേഹത്തെ പരിഹസിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർ, ക്ഷമയുണ്ടെങ്കിൽ എന്തും നേടാമെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ദ്വാരമുള്ള പാത്രത്തിൽ ക്ഷമയോടെ വെള്ളം കൊണ്ടുപോയാൽ മുഴുവൻ വെള്ളവും നഷ്ടപ്പെടും. ഓടിയാൽ കുറച്ച് വെള്ളമെങ്കിലും ലാഭിക്കാൻ കഴിഞ്ഞേക്കും. പാസ്റ്റർ മറുപടി പറഞ്ഞു, വെള്ളം മരവിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരുന്നാൽ ഒരു തുള്ളി പോലും വീഴാതെ നിങ്ങൾക്ക് എല്ലാം സംരക്ഷിക്കാം. ആ മറുപടി കേട്ട യുവാവ് നാണം കെട്ടു നിന്നു. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ആരാണ് ലജ്ജിക്കുന്നത്, ആരാണ് ലജ്ജിക്കാതെ വിജയികളായി നിൽക്കുക എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 1. നിങ്ങളെ വെറുക്കുന്നവർ ലജ്ജ ധരിക്കും. ഇയ്യോബ് 8 അധ്യായം 22 വാക്യത്തിൽ ഇത് കാണാൻ സാധിക്കും. 2. കൊത്തിയ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരും വിഗ്രഹങ്ങളിൽ അഭിമാനിക്കുന്നവരും ലജ്ജിതരാകുമെന്ന് സങ്കീർത്തനം 97 അധ്യായം 7 വാക്യത്തിലും. 3. സിയോനെ വെറുക്കുന്ന എല്ലാവരും ലജ്ജിച്ച് പിന്തിരിയപ്പെടുമെന്ന് സങ്കീർത്തനം 129 അധ്യായം 5 വാക്യത്തിലും പറയപ്പെടുന്നു. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്നവർ ലജ്ജിക്കുകയില്ല എന്ന് യെശയ്യാവ് 49 അധ്യായം 23 വാക്യത്തിലും, കർത്താവിൽ ആശ്രയിക്കുന്നവർ ലജ്ജിക്കുകയില്ല എന്ന് സങ്കീർത്തനം 22 അധ്യായം 5 വാക്യത്തിലും, നേരുള്ളവർ ദുഷ്കാലത്ത് ലജ്ജിക്കുകയില്ല എന്ന് സങ്കീർത്തനം 37 അധ്യായം 19 വാക്യത്തിലും, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല എന്ന് സങ്കീർത്തനം 119 അധ്യായം 6 വാക്യത്തിലും പറയപ്പെടുന്നു. അനുഗ്രഹീതരായ സന്തതികൾക്കായി അബ്രഹാം 25 വർഷം കാത്തിരുന്നു. ഭാര്യയ്ക്ക് ഗർഭം ധരിക്കാനുള്ള പ്രായം കഴിഞ്ഞിട്ടും ശരീരത്തിലെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടപ്പോഴും അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. അവസാനം കർത്താവ് അദ്ദേഹത്തിന് ചിരിയുടെ പുത്രനായ ഇസഹാക്കിനെ നൽകി. ഇസഹാക്കിലൂടെ അബ്രഹാമിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയായി തീർന്നു. അങ്ങനെ അബ്രഹാം ലജ്ജിച്ചില്ല, മറിച്ച് അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ യോസെഫും കർത്താവിനായി കാത്തിരുന്നു. അവന്റെ ചെറുപ്പത്തിൽ കർത്താവ് നൽകിയ ദർശനങ്ങളും സ്വപ്നങ്ങളും അവനെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും കർത്താവിന്റെ നിശ്ചിത സമയത്തിനായി കാത്തിരിക്കാനുള്ള ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. അവസാനം യോസെഫ് ലജ്ജിച്ചു പോകാതെ മിസ്രൈം ദേശത്തിന്റെ മുഴുവൻ അധികാരിയായി ഉയർത്തപ്പെട്ടു. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ എത്രത്തോളം കാത്തിരിക്കുന്നുവോ അത്രയധികം കർത്താവിന്റെ മഹത്വം നിങ്ങളിൽ ദൃശ്യമാകും. സൂര്യനെ ചുറ്റുമ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് രാത്രിയിൽ ചന്ദ്രൻ വളരെ തിളക്കത്തോടെ തിളങ്ങുന്നത് പോലെയാണത്. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുകയാണെങ്കിൽ ശോഭയുള്ളതും മഹത്വപൂർണവുമായ ജീവിതം നിങ്ങൾക്കും ലഭിക്കും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 60 അധ്യായം 1 വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഹോശിയ 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 2 അധ്യായം. ആമേൻ.